ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ വളർത്തുകയും സ്റ്റുഡൻസ് കൗൺസിലിലേക്ക് കുട്ടികളെ നിയമിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് AET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സ്പോർട്സ് ക്യാപ്റ്റൻ, ആർട്സ് സെക്രട്ടറി, സ്റ്റുഡൻസ് എഡിറ്റർ എന്നീ തസ്തികകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. തികച്ചും ജനാധിപത്യ രീതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത്. പ്രിൻസിപ്പൽ മുഹമ്മദ് റോഷൻ കാളികാവ് ചീഫ് ഇലക്ഷൻ ഓഫീസറായും സൗദ ടീച്ചർ റിട്ടേണിംഗ് ഓഫീസറായും പ്രവർത്തിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ മറ്റു ടീച്ചർമാർ, പോളിംഗ് ബൂത്ത് ഏജന്റുമാർ, സ്റ്റുഡന്റ് പോലീസ്, സെക്യൂരിറ്റി എന്നിവരെല്ലാം സംഘടിപ്പിച്ചിട്ടാണ് ഇലക്ഷൻ പ്രക്രിയ നടത്തിയത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. 5, 6, 7 എന്നീ ക്ലാസ്സിലെ 20 കുട്ടികളാണ് അതാത് സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചിരുന്നത്. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് അബീഷ്ന ബീബി, ഹാനിയ ഹുസൈൻ, റഷ ഫാത്തിമ എന്നിവരും, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് അൽഫിയ ഷെറിൻ KV, ആയിഷ ബി മുഹമ്മദ്, നൊഹ്മാൻ VV, റൂഹാൻ, സൻഹ ഫാത്തിമ P, ഷിന ഫാത്തിമ A എന്നിവരും, ആർട്സ് ക്ലബ് സെക്രട്ടറി ഹിബ ഫാത്തിമ, റയ്യാൻ K, സഫ്ന ബദ്രാസി എന്നിവരും, സ്പോർട്സ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഫാത്തിമ മെഹന VP, ഹംദ KP, നാസിം റക്കാൻ, സൻഹ ഫാത്തിമ എന്നിവരും, സ്റ്റുഡന്റ് എഡിറ്റർ സ്ഥാനത്തേക്ക് ഫാത്തിമ സന K, ഹംന KP, മുഹമ്മദ് ഷഹീൻ N, നജ ഫാത്തിമ AK എന്നിവരും മത്സരിച്ചു. Our school parliament election is going. 5 posters are there and 20 candidates are competing. Through this we could understand the real procedures of the real parliament election. I am very curious to know who will be the winners. സ്കൂൾ ലീഡറായി റഷ ഫാത്തിമ, ഡെപ്യൂട്ടി ലീഡറായി നൊഹ്മാൻ VV, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി റയ്യാൻ K, സ്പോർട്സ് ക്യാപ്റ്റനായി നസീം റക്കാൻ, സ്റ്റുഡന്റ് എഡിറ്ററായി മുഹമ്മദ് ഷഹീൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു.